നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖല വമ്പൻ കുതിച്ചുചാട്ടം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യ സ്വന്തം മണ്ണിൽ തന്നെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതിനായി ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും ഫ്രാൻസിന്റെ ഡസോൾട്ട് ഏവിയേഷനും 4 സുപ്രധാന ഉൽപാദന കൈമാറ്റ കരാറുകളിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ എയ്റോസ്പേസ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രധാന നിക്ഷേപമാണിതെന്ന് ഡസോൾട്ട് ഏവിയേഷൻ പറഞ്ഞിരുന്നു. സെൻട്രൽ ഫ്യൂസ്ലേജ്, പിൻഭാഗം, ലാറ്ററൽ റിയർ ഷെല്ലുകൾ, മുൻഭാഗം എന്നിവയുൾപ്പെടെ റഫാൽ ജെറ്റിന്റെ ഭാഗങ്ങൾ ഉടൻ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുകയാണ്. ഹൈദരാബാദിൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലുമാണ്. ഇന്ത്യയുടെ ഉപയോഗത്തിനും വിദേശത്തേക്കുള്ള കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് ഉൽപാദന കേന്ദ്രം ആരംഭിക്കുന്നത്. റഫേൽ പോലെയുള്ള യുദ്ധവിമാന പദ്ധതികളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അന്തിമ അസംബ്ലിംഗ്, സർവീസിംഗ്, അറ്റകുറ്റപ്പണി എന്നിവയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ മേഖലയിൽ മാത്രമല്ല വ്യാവസായിക മേഖലയിലും ഇന്ത്യക്ക് സ്വാശ്രയത്വം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഹൈദരാബാദിലെ ഫ്യൂസ്ലേജ് ഉൽപാദന കേന്ദ്രം 2028ഓടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിമാസം 2 യൂണിറ്റുകൾ വരെ നിർമ്മിക്കാൻ ഇതിലൂടെ സാധിക്കും. അതിലൂടെ അന്താരാഷ്ട്ര സൈനിക എയ്റോസ്പേസ് ഉൽപാദനത്തിൽ ഇന്ത്യക്കൊരു സുപ്രധാന സ്ഥാനം നൽകുകയും ചെയ്യും. ഇതിനൊപ്പം തന്നെ പ്രധാനമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം. റഫാലിന്റെ ഘടകങ്ങൾ ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നത് ഇത് ചരിത്രത്തിലാദ്യമായാണ്. ഫ്രാൻസുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഫ്രാൻസ് വളരെ കാലമായി ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാണ്. റഫാൽ വിമാനങ്ങളിലെ ഈ ചുവടുവയ്പ് ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ ബന്ധങ്ങൾ ആഴത്തിലാക്കുന്നതിനും ലോകശക്തിയായി വളരുന്ന ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യും. ഫ്രാൻസുമായുള്ള സഹകരണം പ്രധാന ചുവടുവയ്പാണെന്നാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് CEO സുഖ്രൻ സിംഗിന്റെ പ്രസ്താവനയും നമ്മൾ ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഇന്ത്യ സംരംഭം എല്ലാ അർത്ഥത്തിലും ഇന്ത്യ നടപ്പിലാക്കുന്നു എന്നുകൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. 2019 ആദ്യ റഫാൽ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറുന്നത്. 59,000 കോടി രൂപയ്ക്ക് ആകെ 36 വിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി 26 റഫാൽ മറീൻ പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള 63,000 കോടി രൂപയുടെ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പിട്ടിരുന്നു. 26 റഫാൽ മറീൻ ജെറ്റുകൾ, ആയുധങ്ങൾ, പരിശീലന സിമുലേറ്ററുകൾ, സ്പെയർ പാർട്സുകൾ, ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു ആ കരാർ. 22 ഒറ്റ സീറ്റ് റഫാൽ വിമാനങ്ങളും 4 ഇരട്ട സീറ്റ് ട്രെയിനർ വിമാനങ്ങളുമായിരുന്നു കരാറുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇതിനകം 23,000 കോടി അഥവാ $2.76 ബില്യൺ കവിഞ്ഞു. ഈ സംരംഭത്തിലൂടെ ഇന്ത്യക്ക് പ്രതിരോധ വ്യോമയാന നിർമ്മാണത്തിൽ ആഗോള മാർക്കറ്റിൽ കൃത്യമായി ഇടം കണ്ടെത്താൻ സഹായിക്കും. ഫ്രാൻസിനും ഇന്ത്യക്കും പുറമെ ഈജിപ്ത്, ഖത്തർ, UAE, ഗ്രീസ്, ഇന്തോനേഷ്യ, ക്രൊയേഷ്യ, സെർബിയ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ശേഖരത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളുമുണ്ട്. ഇന്ത്യയിലെ പുതിയ സൗകര്യം ഇന്ത്യക്കൊപ്പം മറ്റ് ആഗോള വിപണികളിലേക്കുമുള്ള സേവനങ്ങൾക്ക് കൂടി വാതിൽ തുറക്കും. ഒപ്പം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, സാങ്കേതിക വിദ്യയുടെയും വിദഗ്ധരുടെയും കൈമാറ്റം എന്നിവയും സാധ്യമാകും. അതിനു പുറമെ ഡിഫൻസ് സെക്ടറിൽ വിദേശ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് ഭാവിയിൽ കുറയ്ക്കാനും യുദ്ധവിമാന നിർമ്മാണത്തിൽ പ്രാദേശിക വൈദഗ്ധ്യം വളർത്തുന്നതിനും എയ്റോസ്പേസ് പ്രതിരോധ മേഖലയിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം എന്നിവയ്ക്ക് പുറമെ ആഗോള ആയുധ വിതരണത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വിശ്വസനീയ പങ്കാളിയായും മാറും. ഫ്രാൻസിന് പുറമെ റാഫേൽ ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കുന്ന ഏകരാജ്യമായി മാറുന്നതിലൂടെ ഇന്ത്യ കൈവരിച്ച നേട്ടം നിസ്സാരമല്ല. എയ്റോസ്പേസ് പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായി ഇതിനകം ഉയർന്നു വരുന്ന ഹൈദരാബാദ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നിർണായകമായ സൈനിക ഉൽപാദന യൂണിറ്റുകളിൽ ഒന്നായി മാറുകയാണ്. റഫാൽ യുദ്ധവിമാനത്തിന്റെ ഫ്യൂസ്ലേജ് അഥവാ വിമാനത്തിന്റെ പ്രധാന ഭാഗം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ദസാൾട്ട് ഏവിയേഷനും ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും 4 ഉൽപാദന കൈമാറ്റ കരാറുകൾ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യ സ്വപ്നം കണ്ട ആത്മനിർഭർ ഭാരത് അതിന്റെ പൂർണ്ണതയിൽ എത്തുകയാണ്.